ആവറേജ് പടം, കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. അതായത് ഒരു ചെറുപ്പക്കാരൻ്റെ ലൈഫിൽ പോകുന്നൊരു സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഒരു ലവ് സ്റ്റോറിയാണ്, പിന്നെ കുറച്ച് കോമഡിയും ഉണ്ട്. പെർഫോമൻസിൽ ഏറ്റവും നന്നായിരിക്കുന്ന നന്ദുവാണ്. വേറെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയാനായിട്ട് അങ്ങനെ നന്ദുവിൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നോർമലാണ്. ഒരു ആവറേജ് മൂവി, കുഴപ്പമില്ല. നൈസ് മൂവി ആയിരുന്നു. റൊമാൻറ്റിക് സീൻസ് ഒക്കെ വർക്കൗട്ട് ആയോ? അതെ, റൊമാൻറ്റിക് സീൻസ് ഉണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റും. കോമഡി സീൻസ് ഉണ്ട്. ഓവറോൾ ഒരു നൈസ് മൂവി. എമോഷൻസ് സാധാ ഒരു പടം. എങ്ങനെയുണ്ട്? റൊമാൻറ്റിക് സീൻസ് ഒക്കെ വർക്കൗട്ട് ആയോ? ഇല്ല, വലിയ രസം കുഴപ്പമില്ല. സാധാ ഒരു പടം, അത്രേ ഉള്ളൂ. ക്ലൈമാക്സിലൊക്കെ നമുക്ക് ഇമോഷണലി കണക്ട് ആയോ? എനിക്ക് കണക്ട് ആയില്ല. റോഷന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളാം. ഹീറോയിൻ എങ്ങനെയായിരുന്നു? ഹീറോയിൻ കുഴപ്പമില്ല, രണ്ടുപേരും ആക്ടിങ് കൊള്ളാം. 2 മണിക്കൂർ ലാഗ് ഇല്ലാതെ കണ്ടിരിക്കാമോ? ലാഗ് ഉണ്ട്, കുറച്ചുണ്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ ആവറേജ് പടം, മോശമല്ല, നല്ല കുഴപ്പമില്ല. ഉണ്ടായിരുന്നു. അടിപൊളി അഭിനയം. എങ്ങനെയുണ്ട്? കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയോ? കോമഡീസും കൊള്ളാം. റൊമാൻസ് സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? റൊമാൻസ് ആണ് ഏറ്റവും നല്ലോണം ചെയ്തായിരുന്നു. രണ്ടുപേരും അഭിനയം കൊള്ളാം. പടം ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു, വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞത്. കാരണം വളരെ ക്ലീഷോ ആയിട്ട് സ്ലോലി പോവുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പടത്തിന്റെ ഒരു ബൂസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. കുഴപ്പമില്ല. ആ സെക്കൻഡ് ഹാഫ് തീർന്നേ അറിഞ്ഞില്ല. അത് നമുക്ക് ജെന്യൂൻ ആയിട്ട് പറഞ്ഞേ മതിയാവുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡൗൺ ആക്കി, സെക്കൻഡ് ഹാഫ് ഓക്കെ ആക്കിയോ? ഫസ്റ്റ് ഹാഫിൽ ഡൗൺ ആക്കി എന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ എവിടെയും നമുക്ക് തൊടാൻ വേണ്ടി ഒന്നും തന്നെ തന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം സെക്കൻഡ് ഹാഫിൽ നമുക്ക് തുടങ്ങിയ ഒരു ഫിനിഷിങ് വരെ പടം തീർന്നേ അറിഞ്ഞില്ല, പെട്ടെന്ന് പോയി. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല കോമഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് കൂടെ അനുയോജ്യമായിട്ട് തന്നെ സെക്കൻഡ് ഹാഫ് എടുത്തിരിക്കും. ഒരു ഫ്ലോയിൽ കണ്ടിരിക്കാം. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. പെർഫോമൻസ് വൈസ് ഇപ്പം ഷെറീനാണെങ്കിലും റോഷനാണെങ്കിലും നമ്മുടെ നന്ദു ചേട്ടൻ അടിപൊളിയായിരുന്നു. അൻമതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടിരിക്കാൻ നമ്മൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, എന്നാലും റിലേഷൻഷിപ്സിനെ ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. ബ്രൂ സിനിമ വൈസ് നോക്കുമ്പോഴത്തേക്കും 2 വർഷം മുമ്പുള്ള ഒരു പടമാണ്. അപ്പോൾ ആ പടത്തിന് അതിൻ്റെതായ രീതിയിൽ അവർ നമ്മൾ നോക്കുമ്പോൾ 2 വർഷം മുമ്പുള്ള പടമല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊള്ളത്തില്ലായിരിക്കും. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഒരു ആവറേജ് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് മാറ്റി അവരെ കോമ്പിനേഷൻ സീൻസും സെറിൻ്റെ ആണെങ്കിലും റോഷൻ മാത്യുവിൻ്റെയൊക്കെ കോമ്പിനേഷൻ്റെ ഒക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒരു പ്രണയ വിരഹ കാമുകർക്ക് പറ്റിയ കുറേ കാലത്തിന് ശേഷം 90s സ്ട്രെച്ചാണ് ഇവർ കൊണ്ടുവരാൻ നോക്കിയത്. ആ ഒരു റേഞ്ച് നമ്മൾ കണ്ട് മറന്നതുകൊണ്ട് നമുക്ക് ആ ഫീൽ വരില്ല. എന്നിരുന്നാലും അവർ വിജയിച്ചിട്ടുണ്ട് പടത്തിൽ. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ ഫീലും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. നമുക്കൊരു ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്, അത്രേ ഉള്ളൂ. നമുക്ക് ഇമോഷൻ സീൻസ് ഒക്കെ കണക്ട് ആയോ? സെക്കൻഡ് ഹാഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, കുഴപ്പമില്ല. ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ?